എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് ഇംഗ്ലീഷിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമറോ അതേപോലെ തന്നെ എന്താണ് സെന്റൻസിന്റെ മീനിങ്ങോ അങ്ങനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതും ഏറ്റവും ഉഡായിപ്പ് രീതിയിൽ എങ്ങനെ നമുക്ക് ഓപ്ഷനിൽ നിന്നും ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏകദേശം 50ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. ഓപ്ഷൻ നോക്കിയേ, ഫ്രം, ഫോർ, വിത്ത്, ബൈ. ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓപ്ഷൻസ്, അതായത് ഓപ്ഷനിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉത്തരത്തിലേക്ക് എത്തുന്നു. നമുക്കപ്പോൾ ഇവിടെ ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാന്നുള്ളത് ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രീവിയസ് മോസ്റ്റ്ലി ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഫുൾ 2024 വരെയുള്ള 2018 മുതൽ 2024 വരെ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്, എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം, ഫോർ, വിത്ത്, ബൈ ആണ്. ഏതാണ് നമ്മുടെ ആൻസർ? അതായത് ഒരു പദാർത്ഥത്തിന്റെ നിർമ്മാണത്തിൽ അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നു എങ്കിൽ അതിനെ നമുക്ക് എന്ത്, മെയ്ഡ് ഫ്രം എന്നാണ് പറയത്തുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. ഓക്കെ, അപ്പൊ ഒരു പദാർത്ഥ നിർമ്മാണത്തില് അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നു എങ്കിൽ അതിനെ മെയ്ഡ് ഫ്രം എന്നേ പറയത്തുള്ളൂ. നമ്മുടെ ആൻസർ അപ്പോൾ എന്തായിരിക്കും? ഫ്രം ആണ് നമ്മുടെ ആൻസർ വരുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് ഫ്രം മിൽക്ക്, നമ്മുടെ ആൻസർ ഫ്രം ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ചെയർ ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. ചെയർ ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. ഓപ്ഷൻ നോക്കാം, ഓഫ്, ഓഫ്, ഫ്രം, ഫോർ. ഇത്രയാണ് നമുക്ക് വരുന്ന ഓപ്ഷൻസ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ആൻസർ ഏതാന്നുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓഫ് ആണ്. OF, ഓഫ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ് ഓഫ് വന്നത്? അതായത് ഒരു പദാർത്ഥത്തിന്റെ നിർമ്മാണത്തിൽ അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ മെയ്ഡ് ഓഫ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് മറ്റൊന്നുമല്ല, ചെയർ ഈസ് മെയ്ഡ് വുഡ്. അതായത് മരം കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ചെയർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത്, അതിന്റെ അടിസ്ഥാന ഗുണം, അതായത് മരം എന്ന് പറയുന്ന വസ്തുവിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതിന്റെ ഷേപ്പാണ് മാറ്റം വരുന്നുള്ളൂ. അപ്പോഴും അതിന്റെ എന്താണ്, ശരിക്കും അത് എന്ത് തന്നെയാണ്, മരം തന്നെയാണ്, അല്ലെങ്കിൽ വുഡ് തന്നെയാണ് അത്. അതിന് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക് ഫ്രം മിൽക്ക്, അതായത് എന്താണ്, ഒരു പദാർത്ഥത്തിന്റെ നിർമ്മാണത്തിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം എന്ത് ചെയ്യാണ്, സംഭവിക്കുകയാണ്. അതായത് മിൽക്കിന് മാറ്റം വന്ന് ബട്ടറായി, ബട്ടർ പിന്നെ തിരിച്ച് എന്താക്കാൻ പറ്റില്ല, മിൽക്ക് ആക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്താണ്, ചെയർ ഉണ്ടാക്കിയത് മരം കൊണ്ടാണ്. വീണ്ടും മരം എന്ത് ചെയർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും, മരമായിട്ട് തന്നെ മാറും. ഓക്കെ, രണ്ടിന്റെയും എന്താണ് ഈ പറയുന്ന അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത് മാറ്റം വരുന്നില്ലെങ്കിൽ ഓഫും, ഇനി അടിസ്ഥാന ആ ഒരു ഘടനയ്ക്കും അതേപോലെ തന്നെ അത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ അതിനെ ഫ്രം എന്നുമാണ് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷീ ഡസ് എവറിഥിങ് ബട്ട് ഡാഷ്. ഷീ ഡസ് എവറിഥിങ് ബട്ട് ഡാഷ്. സിങ് ഉണ്ട്, സങ് ഉണ്ട്, സാങ് ഉണ്ട്, ടു സിങ് ഉണ്ട്. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്റ്റ്, അതേപോലെ തന്നെ ബട്ട്, അതേപോലെ സേവ്, ദാന്, ഇവയ്ക്ക് ശേഷം വെർബിന്റെ V1 ഫോം മാത്രമാണ് യൂസ് ചെയ്യത്തുള്ളൂ. ആ ഒരു കാര്യം ഓർത്തു വച്ചേർന്നാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. അതായത് എക്സെപ്റ്റ് വരുന്നു, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ബട്ട് വരുന്നു, സേവ് വരുന്നു, ദാൻ വരുന്നു. ഈ വേർഡുകളാണ് വരുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് വരുന്ന ഡാഷിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കും, V1 ഫോമാണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വരുമ്പോൾ തന്നെ അത് ഫസ്റ്റ് കിടക്കുന്ന ആൻസർ ആണ് സിങ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, സിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഷീ മെയ്ഡ് മീ
ഷീ മെയ്ഡ് മീ ഡാഷ്. ഷീ മെയ്ഡ് മീ ഡാഷ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ നോക്കാം. ടു സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റിംഗ് ഡൗൺ, സാറ്റ് ഡൗൺ. ഓക്കെ, അതായത് ഷീ മെയ്ഡ് മീ ഡാഷ് എന്നാണ്. നമ്മൾ മറ്റേ ഇതിൻ്റെ പ്രത്യേകിച്ച് എന്ത് നോക്കുന്നൊന്നുമില്ല, സെൻറ്റൻസിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ സെൻറ്റൻസ് ഏതാണോ അങ്ങനെ ഒന്നും നമ്മൾ നോക്കണില്ല, ടെൻസ് നോക്കണില്ല, ഒന്നും നോക്കണില്ല. നമ്മളെപ്പോഴും ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയേ, വേറെ ഒന്നും നോക്കണ്ട. അതായത് മെയ്ഡ്, മേക്ക്, അതേപോലെ തന്നെ വാച്ച്, ലെറ്റ്, നോട്ടീസ്, ഹെയർ, ഫീല്, ഇവ വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് ശേഷം വെർബിന്റെ ടു ചേരാത്ത V1 ഫോമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെർബിന്റെ ടു ചേരാത്ത V1 ഫോം. അപ്പോൾ എന്താണ് വെർബിന്റെ ടു ചേരാത്ത V1 ഫോമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെർബിന്റെ ടു ചേരാത്ത V1 ഫോം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടു സിറ്റ് ഡൗൺ, അത് എന്ത് ചെയ്തിട്ടുണ്ട്, ടു ചേർന്നുണ്ട്, അത് നമുക്ക് പള്ള കളയാം. ഇനി അടുത്ത് നോക്കിയേ, സിറ്റ് ഡൗൺ ഉണ്ട്, സിറ്റിംഗ് ഡൗൺ ഉണ്ട്, സാറ്റ് ഡൗൺ ഉണ്ട്. ചുമ്മാ കണ്ണും പൂട്ടി നമുക്ക് എന്തിലേക്ക് എത്താം, ഉത്തരത്തിലേക്ക് എത്താം. കാരണം ആകെ ഒരൊറ്റ ഉത്തരം മാത്രമാണുള്ളൂ, സിറ്റ് ഡൗൺ എന്നുള്ളത്. അപ്പോൾ എന്താണ്, മെയ്ഡ് വന്നു, മേക്ക് വന്നു, വാച്ച് വന്നു, ലെറ്റ് വന്നു, നോട്ടീസ്, ഹിയർ, ഫീല്. ഓക്കെ, അപ്പോൾ 6 പദങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് മേക്കും, വാച്ചും, ലെറ്റും, നോട്ടീസും, ഹിയറും, ഫീലും, ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് ശേഷം എന്താണ്, ടു ചേർക്കാത്ത V1 ഫോമാണ് വെർബിന്റെ ചേർക്കേണ്ടത് എന്നുള്ള ആ ഒരു ചെറിയ കാര്യം നിങ്ങൾ പഠിച്ചിരുന്ന ഒരു മാർക്ക് അവിടെ പഠിക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹിസ് ഫാദർ അഡ്വൈസ്ഡ് രാജ് ഡാഷ് യൂസ്ഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഓക്കെ, ഓപ്ഷൻ നോക്കിയേ, നോട്ട് ടു, നോട്ട്, ഡു നോട്ട്, ഷുഡ് നോട്ട്, ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത്. ഹിസ് ഫാദർ അഡ്വൈസ് രാജ് ഡാഷ് യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഓക്കെ, അതായത് നമ്മൾ ഇത്രയും കാര്യം മാത്രം നോക്കിയാൽ മതി. അതായത് അഡ്വൈസ്, അലൗ, റെക്കമെൻഡ്, പെർമിറ്റ്. ഒന്നുകൂടെ പറയാം, അഡ്വൈസ്, അലൗ, റെക്കമെൻഡ്, പെർമിറ്റ് എന്നിവയ്ക്ക് ശേഷം നൗൺ, പ്രോനൗൺ വന്നാൽ വെർബിന്റെ 2+V1 ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാ, അഡ്വൈസ്, അലൗ, റെക്കമെൻഡ്, അതേപോലെ തന്നെ എന്താണ്, പെർമിറ്റ്. ഇവയ്ക്ക് ശേഷം നൗൺ ഓർ പ്രോനൗൺ വന്നാൽ വെർബിന്റെ 2+V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓപ്ഷനിൽ നോട്ട് ടു, നോട്ട്, ഡു നോട്ട്, ഷുഡ് നോട്ട് എന്നിവയാണ് ഇതിൻ്റെ അകത്ത് എന്ത് കിടക്കുന്നത്, ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി, അതായത് എന്താണ്, ഇവയ്ക്ക് ശേഷം മറ്റൊരു വെർബ് വന്നാൽ വെർബിന്റെ 2 ചേരാത്ത V1 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കി, നോട്ട് ടു മാത്രമാണ് അതിൻ്റെ അകത്ത് എന്ത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത നമുക്ക് നോക്കാം. മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ. മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ. മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ സെന്റൻസിൽ ദാൻ വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, അതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ എന്ന് പറയുന്ന സെന്റൻസ് എടുത്ത് നോക്കുമ്പോൾ എന്ത്, സെന്റൻസിൽ ദാൻ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്താണത്, അതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, കമ്പാരിറ്റീവ്, അതേപോലെ തന്നെ EST വരുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ്, സൂപ്പർലേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷനിൽ നോക്കുമ്പോൾ എന്താണ്, ER വന്നത് ഏതാന്ന് നോക്കാം, അതായിരിക്കും കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ സ്വീറ്റർ ആണ്, വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ ദാൻ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. ദാൻ വന്നു കഴിയുമ്പോൾ സ്വീറ്റർ എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത്. സ്വീറ്റസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് സൂപ്പർലേറ്റീവ് ആണ്. ഓക്കെ, പിന്നെ നൺ ഓഫ് ദീസ് ആണ്, പിന്നെ സ്വീറ്റും ആണ്. അപ്പോൾ ഇതല്ല എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് രാജു ഈസ് ഡാഷ് ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. രാജു ഈസ് ഡാഷ് ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. നോക്കിയേ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ, EST വന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ഫോമാ, സൂപ്പർലേറ്റീവ് ഫോമാ. EST വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഫോമാണ്. സൂപ്പർലേറ്റീവ് ഫോം വന്നത് ശരിയാണെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആർട്ടിക്കിൾ വേണം. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ദായായിരിക്കണം. വേറെ ഒന്നും നോക്കണ്ട. രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് എന്താണ്, ഡാഷ് വന്നു, EST വന്നു, എന്തായിരിക്കും ഈ സെന്റൻസ് എന്ന് പറയുന്നത്, സൂപ്പർലേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഫോമിലാണ് ഈ സെന്റൻസ് ഇറക്കുന്നത്.
ടോളസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടുപുറത്ത് നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? ദായാണ് ചേർക്കത്തുള്ളൂ ആർട്ടിക്കിൾ. അപ്പൊ നമ്മുടെ ആൻസർ ദായാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് മീന ഈസ് എൽഡർ ഡാഷ് നീന. മീന ഈസ് എൽഡർ ഡാഷ് നീന. ഓപ്ഷൻ നോക്കിയേ, ടു ദാൻ നൺ ഓഫ് ദീസ്. ഓക്കെ, ടു ദാൻ നൺ ഓഫ് ദീസ്. അപ്പോൾ മീന ഈസ് എൽഡർ ഡാഷ് നീന. എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? എൽഡറിന് ശേഷം എന്താ ഉപയോഗിക്കത്തുള്ളൂ? എൽഡറിന് ശേഷം നമ്മൾ എന്താണ്? ടു മാത്രമാണ് ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. എൽഡർ സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ എൽഡറിന് ശേഷം നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? ടു ആണ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ എൽഡർ വന്നപ്പോൾ പിന്നെ അവിടെ എന്താ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? ടു ആണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോ. പിന്നെ ഇനി അതിൻ്റെ അകത്ത് വേറെ മാറ്റമൊന്നുമില്ല. എൽഡർ വന്നു, ടു നമ്മൾ അവിടെ ചേർത്തു. മനസ്സിലായോ? ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അച്ചു ഈസ് ഓൾഡർ ഡാഷ് പൊന്നു. അച്ചു ഈസ് ഓൾഡർ ഡാഷ് പൊന്നു. നമ്മുടെയൊക്കെ വീട്ടിലെ പല പിള്ളേരുടെയൊക്കെ പേരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അച്ചു, പൊന്നു എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കിയേ, ടു ഓഫ് ദാൻ എന്നിവയാണ് ഓപ്ഷൻ. പിന്നെ അച്ചു ഈസ് ഓൾഡർ ഡാഷ് പൊന്നു എന്നതാണ് ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? നോക്കിയേ, അതായത് വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. ഓൾഡർ വന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു എൽഡർ വന്നാൽ എൽഡറിന് ശേഷം ടു ചേർക്കണമെന്ന് പറഞ്ഞു. ഓൾഡർ ആണെങ്കിൽ ഓൾഡറിന്റെ ശേഷം, അതായത് ഓൾഡർ ഇങ്ങനെ വന്നു കഴിഞ്ഞ് അവിടെ ഒരു ഡാഷ് ആണ് വരുന്നെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? ഓൾഡറിന്റെ കൂടെ ദാൻ മാത്രമാണ് ചേർക്കത്തുള്ളൂ എന്നങ്ങ് പഠിച്ചു വെച്ചോ. ഓക്കെ, ഓൾഡർ ദാൻ ആണ്, എൽഡർ ആണെങ്കിൽ ടു ആണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇത്രയൊക്കെ സിമ്പിളായിട്ട്, ഇതിനപ്പുറത്തേക്കൊന്നും സിമ്പിളായിട്ട് ആരും പറഞ്ഞു തരത്തില്ല. അത്ര സിമ്പിളായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും സീരിയസ്നെസ്സോടുകൂടി തന്നെ എന്ത് ചെയ്യുക, അത് മുന്നോട്ടേക്ക് പോയി അത് മനസ്സിലാക്കി സെറ്റ് ആക്കുക. ഓക്കെ, അപ്പൊ അച്ചു ഈസ് ഓൾഡർ ദാൻ പൊന്നു. അടുത്ത ചോദ്യം, there is dash money in my pocket. There is dash money in my pocket. നോക്കിയേ, ഫ്യൂവർ, ഫ്യൂ, അതേപോലെ തന്നെ ലിറ്റിൽ. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻ വന്നേക്കണേ. നോക്കിയേ, അതായത് അൺകൗണ്ടബിൾ നൗണിനൊപ്പം നോട്ട് ഓർ നോ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? ലിറ്റിലാണ് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അതായത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. ദർ ഈസ് ഡാഷ് മണി ഇൻ മൈ പോക്കറ്റ്. നമ്മുടെ പോക്കറ്റിൽ കുറച്ച് പണമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നോട്ട് അല്ലെങ്കിൽ നോ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? ലിറ്റിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ലിറ്റിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹി ഹാസ് ഡാഷ് ഫ്രണ്ട്സ് ഇൻ അബ്രോഡ്. ഹി ഹാസ് ഡാഷ് ഫ്രണ്ട്സ് ഇൻ അബ്രോഡ്. കൗണ്ടബിൾ നൗണിനൊപ്പം ആണെങ്കിൽ നോട്ട് അതേപോലെ തന്നെ നോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? ഫ്യൂ എന്നേ ചേർക്കത്തുള്ളൂ. നമ്മുടെ ആൻസർ ഫ്യൂ ആണ്. ഓക്കെ, മറ്റൊന്നുമല്ല, ഇതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എണ്ണാൻ പറ്റും. മറ്റേത് എന്താ? ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? എണ്ണാൻ പറ്റത്തില്ല. കുറച്ച് കാശ് പോക്കറ്റിൽ, കുറേ കാശ് അത് എണ്ണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ എത്ര ഫ്രണ്ട്സ് ആണ് പുറമേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് എന്താ പറ്റും? പറയാനായിട്ട് പറ്റും. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. അപ്പോൾ ദ പ്രിൻസിപ്പിൾ, ഇവിടെ ടുഡേ എന്നുള്ളത് ഇച്ചിരി നീങ്ങിപ്പോയിട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് വന്നപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണ്, സോറി. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ, ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. എന്താണ് അതിൻ്റെ ഓപ്ഷൻ നോക്കിയേ? ഈസ്, ആറ്, വേർ, ഹാവ് ആണ്. എന്താണ്? അതായത് ഇത് നമ്മൾ എപ്പോഴും PSC എക്സാമുകളിൽ ചോദിക്കണ ചോദ്യമാണ് കേട്ടോ. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം. അതായത് ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുന്ന രണ്ട് ഏകവചന നാമങ്ങളിൽ ആദ്യത്തേതിന് മുന്നിൽ വരുന്നത് ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ പ്രോനൗൺ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നാൽ എപ്പോഴും സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണ്? രണ്ട് ഏകവചന നാമങ്ങൾ, ആ ഏകവചന നാമങ്ങൾ എന്ത്? ആൻഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? കൂട്ടി യോജിപ്പിക്കുകയാണ്. അങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുന്നിൽ എന്ത് വന്നം? ഒരു പ്രപ്പോസിഷനോ അല്ലെങ്കിൽ പ്രോനൗണോ ആർട്ടിക്കിളോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ ആരുണ്ട്? പ്രിൻസിപ്പൾ ഉണ്ട്. മാനേജറിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്തു. അതിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്ന ദ അവിടെ കിടപ്പുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു പ്രപ്പോസിഷനോ പ്രോനൗണോ വന്നു കഴിഞ്ഞാലും അവിടെ എന്താണ്? ഇവിടെ ചേർക്കേണ്ടത് എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും. ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിംഗുലർ വെർബ് എന്ന് പറയുന്നത് ആകെ ഒരെണ്ണേ ഉള്ളൂ, നമ്മുടെ ഈസ് ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കണത് ഈ രണ്ട് വാചകങ്ങളെയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക? ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ആൻഡ് ഉപയോഗിച്ച് രണ്ട് വാചകങ്ങളെ തമ്മിൽ കൂട്ടി യോജിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ചേർക്കേണ്ടത്?
വെർബ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. ഇതെന്താ ഇതിന്റെ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സെന്റൻസ്? എന്താണ് നോക്കി, ഈ സെന്റൻസും ഈ സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം. അതായത് എന്താണ്, ആൻഡ് ഉപയോഗിച്ച് യോജിക്കുന്ന രണ്ട് ഏകവചന നാമങ്ങളിൽ ആദ്യത്തേതും രണ്ടാമത്തേതും നൗണിന് മുന്നിൽ ഒരേ പ്രിപ്പോസിഷനാണ് വന്നേക്കണത്, അല്ലെങ്കിൽ ഒരേ ആർട്ടിക്കിൾ ആണ് വന്നത്. അതേപോലെ തന്നെ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? പ്ലൂറൽ വെർബ ചേർക്കത്തുള്ളൂ. നോക്കിയേ, അതായത് ആൻഡ് ഉപയോഗിച്ച് ആരെ കൂട്ടിച്ചേർത്തു? പ്രിൻസിപ്പളും ഉണ്ട് മാനേജറും ഉണ്ട്. ഈ രണ്ടുപേരെയും ആൻഡ് ഉപയോഗിച്ചാണ് കൂട്ടിച്ചേർക്കണേ. ഈ രണ്ടുപേരുടെയും മുമ്പിൽ കിടക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദായാണ് ആർട്ടിക്കിൾ കിടക്കുന്നത്. കണ്ടോ, ഇവിടെയും ഒരു ദാ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന ഇവിടെയും നമുക്കൊരു ദാ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പ്രിൻസിപ്പളിനെയും മാനേജറിനെയും ഫ്രണ്ടിൽ ദാ ഉണ്ട്. ഇവയെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് എന്ത് കിടക്കുന്നുണ്ട്? ആൻഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൻഡ് ഉപയോഗിച്ച് യോജിക്കുന്ന രണ്ട് ഏകവചന നാമങ്ങളിൽ ആദ്യത്തേതും രണ്ടാമത്തിൻ്റെയും നൗണിന് മുമ്പിൽ ഒരേ ആർട്ടിക്കിൾ ആണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? പ്ലൂറൽ വെർബ് ആണ് നമ്മൾ ചേർക്കത്തുള്ളൂ. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്. ഈസ് സിംഗുലർ, ആം സിംഗുലർ, ആറ് നൺ ഓഫ് ദീസ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതായിരിക്കും? ആറാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പൊ ആൻഡ് ഉപയോഗിച്ച് രണ്ട് ഏകവചന നാമങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നൗണിന് മുമ്പിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ കിടക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഒരു എന്താ പറയാ, ഈ പറയുന്ന നൗണിന് മുമ്പിൽ പ്രിപ്പോസിഷനോ പ്രോനൗണോ എന്തു വന്ന് കിടന്നാലും അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? പ്ലൂറൽ വെർബ് ആയിരിക്കും. അടുത്ത ചോദ്യം, ദ ഫാസ്റ്റർ യു റൺ. ദ ഫാസ്റ്റർ യു റൺ എന്താണ്? ദ മോർ സൂൺ യു റീച്ച്. അതേപോലെ തന്നെ എന്താണ്? സൂൺ യു റീച്ച്, ദ സൂൺ യു റീച്ച്ഡ്. അതേപോലെ തന്നെ ദ സൂണർ യു ഫിനിഷ്ഡ്. എന്താണ്? അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ആരംഭിക്കുന്ന ഒരു വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗവും കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ തന്നെ എന്താണ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ദ ഫാസ്റ്റർ യു റൺ എന്ന് പറയുന്നത് എന്താ? ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അങ്ങനെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ തുടങ്ങുന്ന ഒരു വാചകം അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കമ്പാരിറ്റീവിലാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടും എന്ത് തന്നെയായിരിക്കും? കമ്പാരിറ്റീവിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ കമ്പാരിറ്റീവിലുള്ള ഫോം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ആകപ്പാടെ ഓർമ്മയുള്ളൂ. നാലാമത്തെ ആയിട്ടുള്ള ദ സൂണർ യു ഫിനിഷ്ഡ് എന്നത് മാത്രമാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. കാരണം സൂണർ എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കമ്പാരിറ്റീവ് സൂണർ ഇവിടെ വന്നു, അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഫാസ്റ്റർ എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ടും എന്തായിരിക്കും? ഇവിടെയും അടുത്ത സെന്റൻസ് വരുന്നത് എന്തായിരിക്കണം? സെയിം അതേപോലെ തന്നെ ആയിരിക്കണം വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആൻസർ വരുന്നത് ആകെ നാലാമത്തെ ഓപ്ഷൻ മാത്രം, ഡി ഓപ്ഷൻ മാത്രമാണ് അതിൻ്റെ അകത്ത് ഏതിൽ വരുന്നുള്ളൂ? ഈ പറയുന്ന നമ്മുടെ കമ്പാരിറ്റീവ് ഫോമിൽ വരുന്നുള്ളൂ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ടൈഗർ ഈസ് വൺ ഓഫ് ദ ഡാഷ് അനിമൽ. ദ ടൈഗർ ഈസ് വൺ ഓഫ് ദ ഡാഷ് അനിമൽ. നമുക്കറിയാം വൺ ഓഫ് ദയ്ക്ക് ശേഷം സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ഉപയോഗിക്കേണ്ടത്. വൺ ഓഫ് കഴിഞ്ഞു, അതിന് ശേഷം ദാ വന്നു, ഇനി അവിടെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി മാത്രമാണ് ഉപയോഗിക്കാനായിട്ടുള്ളൂ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും? സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും. അപ്പോൾ വൺ ഓഫ് ദ വന്നു, വൺ ഓഫ് ദയ്ക്ക് ശേഷം ഏതാണ് ഉപയോഗിക്കുള്ളൂ? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അവിടെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ വൺ ഓഫ് ദയ്ക്ക് ശേഷം സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിച്ചു വച്ചോ. ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത്, ഓഫ് ദ ടു പെൻസ് ദ റീഡ് വൺ ഈസ്. ഓഫ് ദ ടു പെൻസ് ഡാഷ് എന്ത് ചെയ്യുന്നു? ഡാഷ് ദ ഓഫ് ദ ടു പെൻസ് ദ റീഡ് വൺ ഈസ്. ഓക്കെ, ദ ബെസ്റ്റ് ഉണ്ട്, അതേപോലെ ദ ബെറ്റർ ഉണ്ട്, ദാൻ ബെറ്റർ ഉണ്ട്, ദാൻ ബെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏതാണ്? അതായത് ഓഫ് ദ ടുവിന് ശേഷം ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്താണ്? ഈ പറയുന്ന ഓഫ് ദ ടു അതിന് ശേഷം ഓഫ് ദ ടു ഇതിന് ശേഷം നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് ഉപയോഗിക്കേണ്ടത്. ദ പ്ലസ് കമ്പാരിറ്റീവ്. അപ്പൊ ദ പ്ലസ് കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് കിടക്കുന്നത്? ദ പ്ലസ് കമ്പാരിറ്റീവ് എന്ന് പറയുന്ന ആകെ ബി ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുള്ളൂ.
ദ ബെറ്റർ എന്നുള്ളത് മാത്രം. അതായത് ഓഫ് ദ ടൂക്ക് ശേഷം എന്താണ് അതായത് ഓഫ് ദ ടൂവിന് ശേഷം ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ദ ബെറ്റർ എന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹാവ് യു ഹേർഡ് ദ ഡാഷ് ന്യൂസ്? ഹാവ് യു ഹേർഡ് ദ ഡാഷ് ന്യൂസ്? ഏറ്റവും പുതിയത് എന്ന അർത്ഥത്തിൽ സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പദമാണ് എന്ത്? ലേറ്റസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പുതിയത് എന്ന അർത്ഥം കാണിക്കാൻ ലേറ്റസ്റ്റ് എന്നാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഹാവ് യു ഹേർഡ് ദ ലേറ്റസ്റ്റ് ന്യൂസ്? ഒത്തിരി തവണ PSC എക്സാമുകളിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് CPO, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഫയർമാൻ ട്രെയിനി, അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, അങ്ങനെയുള്ള എക്സാമുകളിലൊക്കെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഹാവ് യു ഹേർഡ് ദ ലേറ്റസ്റ്റ് ന്യൂസ്? ഓക്കെ, അപ്പോൾ ഏറ്റവും പുതിയത് എന്ന അർത്ഥത്തിൽ ആ സെന്റൻസിന്റെ കൂടെ നമ്മൾ എന്താണ്? ലേറ്റസ്റ്റ് എന്നതാണ് ഉപയോഗിക്കേണ്ടത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 18ാമത്തെ ചോദ്യം. The dash boy in the row is rebuffed by the teacher. അപ്പോൾ the dash boy in the row is rebuffed by the teacher. ഓപ്ഷൻ നോക്കിയേ. ലാസ്റ്റ്, ലാറ്റർ, ലേറ്റർ, ലേറ്റസ്റ്റ്. അതായത് പൊസിഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ അവസാനമായി എന്ന അർത്ഥത്തിലാണ് എന്തുപയോഗിക്കുന്നത്? ഇവിടെ നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ദ ലാസ്റ്റ് ബോയ് ഇൻ ദ റോ ഈസ് റീബക്ഡ് ബൈ ദ ടീച്ചർ. അപ്പോൾ ഓപ്ഷനിലെ A ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് അല്ലെങ്കിൽ അവസാനം എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് അത് അവിടെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ലാസ്റ്റ് എന്നത് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മുംബൈ ഈസ് ദ സപ്പോർട്ട് ഡാഷ് ടു യൂറോപ്പ്. സീപോർട്ട്, സോറി, മുംബൈ ഈസ് ദ seaport. Mumbai is the seaport dash to Europe. Mumbai is the seaport dash to Europe. ഓപ്ഷൻ നോക്കിയേ. നിയർ ബൈ, നിയർ, നെക്സ്റ്റ്, നിയറസ്റ്റ്. ഏറ്റവും അടുത്ത ദൂരത്തെ അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? നിയറസ്റ്റ് എന്നത് ആൻസർ ആയിട്ട് വരും. അപ്പോൾ എന്താണ്? മുംബൈ ഈസ് ദ സീപോർട്ട് ഡാഷ് ടു ദ യൂറോപ്പ്. അതായത് നിയറസ്റ്റ് ടു യൂറോപ്പ്. മുംബൈ ഈസ് ദ സീപോർട്ട് നിയറസ്റ്റ് ടു യൂറോപ്പ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. My uncle lives in the dash house. My uncle lives in the dash house. My uncle lives in the dash house. ഓപ്ഷൻ നോക്കിയേ. നിയറസ്റ്റ്, അതേപോലെ തന്നെ നെക്സ്റ്റ്, നിയർ. അപ്പോൾ ഏതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? നിയറർ. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? അതായത് ഒരു സീരീസിൽ ഉൾപ്പെടുന്നവയെ സൂചിപ്പിക്കാൻ, പൊസിഷനെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് എന്നതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ മൈ അങ്കിൾ ലീവ്സ് ഇൻ ദ നെക്സ്റ്റ് ഹൗസ്. മൈ അങ്കിൾ ലീവ്സ് ഇൻ ദ നെക്സ്റ്റ് ഹൗസ് എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഡു യു ഹാവ് മോർ ക്വസ്റ്റ്യൻ ഓൺ ദിസ് ടോപ്പിക്? ഡു യു ഹാവ് ഡാഷ് മോർ ക്വസ്റ്റ്യൻ ഓൺ ദിസ് ടോപ്പിക്? ഓപ്ഷൻ മെനി, സം, സോ, എനി. ഓക്കെ, ഇതിനകത്ത് നെഗറ്റീവ് സെന്റൻസ് ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങൾ, അതായത് നെഗറ്റീവ് സെന്റൻസ് ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങൾ എന്നിവയ്ക്കൊപ്പം നമ്മൾ എനിയാണ് നമ്മൾ സാധാരണയായിട്ട് ചേർക്കാറുള്ളത്. അപ്പോൾ ഡു യു ഹാവ് എനി മോർ ക്വസ്റ്റ്യൻ ഓൺ ദിസ് ടോപ്പിക്? അപ്പോൾ എനി എന്നതാണ് ഇതിൻ്റെ അകത്ത് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. അതായത് മറ്റൊന്നും നോക്കണ്ട, നെഗറ്റീവ് സെന്റൻസ് ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങൾ എന്നിവയ്ക്കൊപ്പം നമ്മൾ എന്താണ്? എനിയാണ് ചേർക്കത്തുള്ളൂ. അടുത്ത ചോദ്യം. He has hardly dash money. He has hardly dash money. അപ്പോൾ ഓപ്ഷൻ നോക്കിയേ. എനി, ലിറ്റിൽ, സം, എ ലോട്ട് ഓഫ്. എന്താണ്? ഹാർഡ്ലി നെഗറ്റീവ് സെന്റൻസിനെ സൂചിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ എന്താണ്? എനിയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹി ഹാസ് ഹാർഡ്ലി എനി മണി. ഹി ഹാസ് ഹാർഡ്ലി എനി മണി. ഹി ഹാസ് ഹാർഡ്ലി എനി മണി. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷീ മെയ്ഡ് നോ ഡാഷ് റീമാർക്ക്. ഷീ മെയ്ഡ് നോ ഡാഷ് റീമാർക്ക്. ഫർദർ, ഫർദസ്റ്റ്, ഫർദർ, ഫാർദസ്റ്റ്. ഓക്കെ, എന്താണ്?
കൂടുതലധികം, അതായത് അഡീഷണൽ എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഇവിടെ ചേർക്കേണ്ടത് എന്താ? ഫർദർ എന്ന് പറയുന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ആക്ച്വലി എന്താണ്? അതായത് കൂടുതൽ അല്ലെങ്കിൽ അധികം എന്ന്, അഡീഷണൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫർദർ എന്ന വാക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ടെമ്പിൾ ഈസ് ഡാഷ് ഡൗൺ ദ ലെയിൻ. ദ ടെമ്പിൾ ഈസ് ഡാഷ് ഡൗൺ ദ ലെയിൻ. നോക്കിയേ, ഫാർദർ, ലിറ്റിൽ, എ ലിറ്റിൽ, ഫാർദർ. എന്താണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഫാർദർ ആണ്. FARTHER, ഫാർദർ. എന്താണ്? ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാനായിട്ട് ഫാർദർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ ഫർദർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ ടെമ്പിൾ ഈസ് ഡാഷ് എന്നുള്ളിടത്ത് എവിടെയാണ്? ദ ടെമ്പിൾ ഈസ് ഫാർദർ ഡൗൺ ഇൻ ദ ലെയിൻ. ഓക്കെ, അടുത്ത ചോദ്യം. ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. ഓക്കെ, ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈ. ഓപ്ഷൻ നോക്കിയേ, ടെൽസ്, ഹാവ് ടോൾഡ്, ടെല്ലിങ്, ടോൾഡ്, ഇവയൊക്കെയാണ് ഓപ്ഷനിൽ വരുന്നത്. നമുക്കറിയാം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? സിംഗുലർ വെർബ് മാത്രമാണ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും? ടെൽസ് ആണ് നമ്മുടെ എന്ത്? സിംഗുലർ വെർബ്. അപ്പോൾ സിംഗുലർ വെർബിന്റെ കൂടെ സിംഗുലർ നൗണിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റിനൊപ്പം സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്താണ് ഉപയോഗിക്കത്തുള്ളൂ? സിംഗുലർ വെർബാണ് ഉപയോഗിക്കത്തുള്ളൂ എന്നുള്ളത് അങ്ങ് ഓർത്തിരുന്നാൽ മതി. ഒരു മാർക്ക് അവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചിൽഡ്രൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഓണസ്റ്റ് മാൻ നെവർ ലൈസ്. ഓക്കെ, അത് നമ്മുടെ കഴിഞ്ഞു. അടുത്ത ചോദ്യമാണ് എന്താണ്? ചിൽഡ്രൻ അഫ്രൈഡ്. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്ക്. ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്സ്. അതായത് പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബ ഉപയോഗിക്കത്തുള്ളൂ. ചിൽഡ്രൻ എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികൾക്ക് പാമ്പിനെ പേടിയാന്നുള്ളത് വരുമ്പോൾ കുട്ടികളാണ്. അപ്പോൾ അവിടെ എന്താ ഉപയോഗിക്കത്തുള്ളൂ? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് ഉപയോഗിക്കത്തുള്ളൂ? പ്ലൂറൽ വെർബ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏതായിരിക്കും? ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് സ്നേക്ക്. ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് സ്നേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഹൗസ് ഈസ് ഡാഷ് ദ റിവർ. മൈ ഹൗസ് ഈസ് ഡാഷ് ദ റിവർ. മൈ ഹൗസ് ഈസ് ഡാഷ് ദ റിവർ എന്നതാണ്. ഓപ്ഷൻ നോക്കിയേ, ബിസൈഡ്, ബിസൈഡ്, ബിസൈഡ്സ്, ബിസൈഡ്. ഏതാണ്? BESIDE, ബിസൈഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ബൈ ദ സൈഡ് ഓഫ്, സമീപത്ത് എന്ന അർത്ഥത്തിലാണ് ബിസൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് എന്താണ്? ബൈ ദ സൈഡ്, അതായത് എന്താണ്? ഈ പറയുന്ന സമീപത്താണ് എൻ്റെ വീട്, പുഴയുടെ അരികത്താണ് എന്നൊക്കെ കാണിക്കാനായിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഈ പറയുന്ന ബിസൈഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹി ഹാസ് നോ ഫ്രണ്ട്സ് ഡാഷ് മീ. ഹി ഹാസ് നോ ഫ്രണ്ട്സ് ഡാഷ് മീ. ഓക്കെ, ബിസൈഡ്, അതേപോലെ തന്നെ എന്താണ്? ബിറ്റ്വീൻ, അതേപോലെ തന്നെ ബിസൈഡ്, എമങ്, ഇതൊക്കെയാണ് കിടക്കുന്നത്. എന്താണ് ഈ സംഭവം? അതായത് ഇൻ അഡീഷൻ ടു, കൂടാതെ എന്ന അർത്ഥം വരുന്നതിന് ബിസൈഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കൂടാതെ എന്ന അർത്ഥം കാണിക്കാനായിട്ട് ബിസൈഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹി ഹാസ് നോ ഫ്രണ്ട്സ് ബിസൈഡ് മീ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹി ഹാസ് നോ ഫ്രണ്ട്സ് എന്താണ്? ബിസൈഡ്സ് മീ. അതായത് ഇൻ അഡീഷൻ ടു, അതായത് കൂടാതെ എന്ന അർത്ഥത്തിലാണ് ബിസൈഡ്സ് എന്ന പദം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കൂടാതെ എന്ന അർത്ഥത്തിൽ ബിസൈഡ്സ് എന്ന പദമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. 29ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ബോയ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ. ദ ബോയ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ. ഓപ്ഷൻ നോക്കിയേ, ഡു, ഹാസ്, ഹാവ്, വെയർ. ഡു, ഹാസ്, ഹാവ്, വെയർ എന്നതാണ് ഓപ്ഷൻസ് വരുന്നത്. ദ ബോയ് എലോങ് വിത്ത് ടൂറിസ്റ്റ് ഡാഷ് ഗോൺ എന്നതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? വേറൊന്നുമല്ല, ഇത് ഒത്തിരി തവണ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അതായത് as well as, as much as, അതേപോലെ തന്നെ വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ലൈക്ക്, അൺലൈക്ക്. ഓക്കെ, ഇവയ്ക്ക് ശേഷം ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് ഉപയോഗിക്കേണ്ടത്. അത് കോൺകോഡിൽ ഒരു നിയമമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമമാണ്. നിങ്ങൾക്കത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ക്ലാസ് ഒക്കെ എടുത്ത് പോയേക്കണതുമാണ്. ഓക്കെ,
as well as, as much as, with, along with, ടുഗെദർ വിത്ത്, ലൈക്ക്, അൺലൈക്ക്. ഇവയ്ക്ക് ശേഷം ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ദ ബോയ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ. അപ്പൊ ദ ബോയ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ. അപ്പൊ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബോയ് ആണ്. അപ്പൊ ബോയിനനുസരിച്ചായിരിക്കണം എന്ത് വരേണ്ടത്? ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം എന്ത്, വെർബ് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ആദ്യത്തെ സബ്ജക്റ്റ് ബോയ് ആണെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഉപയോഗിക്കാമോളൂ? ഹാസ് എന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് ഉപയോഗിക്കാമോളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏതാണ്? അതായത് സിംഗുലർ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹാസ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹാസ് ആണ്. ഓക്കെ അല്ലേ? മോർ ദാൻ വൺ ഡാഷ് പ്ലേയിങ് ഔട്ട്സൈഡ്. മോർ ദാൻ വൺ ഡാഷ് പ്ലേയിങ് ഔട്ട്സൈഡ്. ഓപ്ഷൻ ബോയ്സ് ആർ, ബോയ്സ് ഈസ്, ബോയ് ഈസ്, ബോയ് ആർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അതായത് സിംഗുലർ നൗണും അതേപോലെ തന്നെ സിംഗുലർ വെർബും മാത്രമാണ് എന്ത്, മോർ ദാൻ വണ്ണിന് ശേഷം. മക്കളെ അത് അങ്ങനെ തന്നെ പഠിച്ചു വച്ചോട്ടോ. ഒരു മാർക്ക് ഇത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഇതും അതേപോലെ തന്നെ ഈ പറയുന്ന സംഭവം. അതായത് ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം എന്ത് വരുന്നത്, വെർബ് വരുന്നത് എന്നുള്ളത്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് അവിടെ കിട്ടും. എപ്പോഴും PSC എക്സാമുകളിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിലൊക്കെ ജോയിൻ ചെയ്തേക്കുന്നതും അതേപോലെ തന്നെ ചാനലിൽ കാണുന്ന ഉദ്യോഗാർത്ഥികളുമാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യുക, കാണാനായിട്ട് അല്ല എഴുതി വെക്കാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പോൾ മോർ ദാൻ വണ്ണിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യത്തുള്ളൂ? സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്താണ്? ബോയ് ഈസ്. ബോയ് ഈസ് എന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബോയ് ഈസ് ആണ്. ഓക്കെ അല്ലേ? ബോയ് ഈസ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത് മോർ ദാൻ ടു. മോർ ദാൻ ടു ഡാഷ് പ്ലേയിങ് ഔട്ട്സൈഡ്. മോർ ദാൻ ടു പ്ലേയിങ് ദാറ്റ് ഔട്ട്സൈഡ്. അപ്പോൾ മോർ ദാൻ ടുവിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് മോർ ദാൻ വണ്ണ് വരുമ്പോൾ. ഇവിടെ മോർ ദാൻ ടു ആണ് വന്നെ. മോർ ദാൻ ടുവിന് ശേഷം എന്താ ഉപയോഗിക്കത്തുള്ളൂ? പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ നോക്കിയേ ഏതായിരിക്കും? ബോയ്സ് ആർ. അതായത് പ്ലൂറൽ നൗണും വന്നു അതേപോലെ തന്നെ എന്താണ്, പ്ലൂറൽ വെർബും വന്നു. ഓക്കെ. ബോയ്സ് ആർ. മോർ ദാൻ ടു ബോയ്സ് ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. എവരിബഡി എവരിബഡി ഡാഷ് ലിസണിങ് ടു മ്യൂസിക്. എവരിബഡി ഡാഷ് ലിസണിങ് ടു മ്യൂസിക്. എവരിബഡി ഡാഷ് ലിസണിങ് ടു മ്യൂസിക്. ലവ്, ലവ്സ്, ലവിങ്, വിൽ ലവിങ്. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എവരിബഡി ഡാഷ് ലിസണിങ് ടു മ്യൂസിക്. നോക്കിയേ, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, എവരിബഡി, എവരിവൺ, സംവൺ, സംബഡി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. എനിബഡി, എനിവൺ, നോബഡി, നോവൺ, എവരിബഡി, എവരിവൺ, സംവൺ, സംബഡി എന്നിവയ്ക്ക് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താണ്? ഒന്നുകൂടെ പറഞ്ഞേ. എനിബഡി, എനിവൺ, നോബഡി, നോവൺ, എവരിബഡി, എവരിവൺ, സംവൺ, സംബഡി. ഇവയ്ക്ക് ശേഷം എന്താണ്? സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമേ യൂസ് ചെയ്യാൻ പാടത്തുള്ളൂ. അപ്പൊ എന്താണ്? അപ്പൊ ഇതിന്റെ കൂടെ എന്താ നമ്മൾ സിംഗുലർ നൗൺ യൂസ്, അതേപോലെ തന്നെ സിംഗുലർ വെർബും ആണ്. നമ്മുടെ ഓപ്ഷനിൽ നോക്കിയേ ലവ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ലവ്സ് ആണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 33ാമത്തെ ചോദ്യമാണ്. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ ഡാഷ് ബീൻ കളക്റ്റഡ്. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ ഡാഷ് ബീൻ കളക്റ്റഡ്. ഓപ്ഷൻ നോക്കിയേ. ഹാസ്, വെയർ, ഹാവ്, സോറി ഹാവ് ആണ് കേട്ടോ, ഹാവ്, അതേപോലെ തന്നെ എന്താണ് ഹാവ്, പിന്നെ ആറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ. അതായത് 33ാമത്തെ ചോദ്യമാണ്. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ ഡാഷ് ബീൻ കളക്റ്റഡ്. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ ഡാഷ് ബീൻ കളക്റ്റഡ്. ഓപ്ഷൻ ഹാസ്, വെയർ, ഹാവ്, ആറ്. ഏതായിരിക്കും നമ്മുടെ
ആൻസർ എന്ന് പറയുന്നത്. അതായത് എ ഗുഡ് ഡീൽ ഓഫ്, അതേപോലെ തന്നെ എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഇവയ്ക്ക് ശേഷം എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? കൗണ്ട് ഡൗൺ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബും, കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ എന്താണ്? കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബും, അതേപോലെ തന്നെ ആക്ച്വലി ഒന്നുകൂടി പറയാം. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഗുഡ് ഡീൽ ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. അപ്പൊ ഇവിടെ വന്നേക്കണേ എന്താ? എ ഗുഡ് ഡീൽ ഓഫ് എന്നതാണ് വന്നേക്കണേ. എ ഗുഡ് ഡീൽ ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ് എന്ന് വന്നു, അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്ന് വന്നാൽ ഇവയ്ക്ക് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബും, കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നുകൂടി പറയാം. എ ഗുഡ് ഡീൽ ഓഫും അതേപോലെ തന്നെ എ ഗ്രേറ്റ് ഡീൽ ഓഫും വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബും, കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണ്? കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. അതായത് നൗൺ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ ഡാഷ് ബീൻ കളക്റ്റഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ ഏതായിരിക്കും നമുക്ക് വരുന്നത്? ഹാസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫോർമേഷൻ ഹാസ് ബീൻ കളക്റ്റഡ് എന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്. ദ നമ്പർ ഓഫ് സോൾജേഴ്സ് കിൽഡ് ഇൻ ദ വാർ ഡാഷ് നോട്ട് ലാർജ്. ദ നമ്പർ ഓഫ് സോൾജേഴ്സ് കിൽഡ് ഇൻ ദ വാർ നോട്ട് ലാർജ് എന്നതാണ് ഈ ഒരു ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വേറെ വാസ് ബിയ ഈസ്, വേറെ വാസ് ബിയ ഈസ് ആണ് ഓപ്ഷൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ദ നമ്പർ ഓഫ് എന്ന പ്രയോഗത്തിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. മക്കളെ അങ്ങനെ തന്നെ പഠിച്ചു വച്ചോ. അതായത് ദ നമ്പർ ഓഫ് എന്ന പ്രയോഗത്തിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ നമ്പർ ഓഫ് എന്ന പ്രയോഗത്തിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കണം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ദ നമ്പർ ഓഫ് സോൾജേഴ്സ് കിൽഡ് ഇൻ ദ വാർ ഡാഷ് നോട്ട് ലാർജ്. നമ്പർ ഓഫ് എന്ന പ്രയോഗത്തിന് ശേഷം പ്ലൂറൽ നൗൺ ഉപയോഗിച്ചു. ഇനി അടുത്ത എന്താണ്? സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? വാസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡാഷ് മിസ്സിംഗ്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡാഷ് മിസ്സിംഗ്. ഓപ്ഷൻ നോക്കിയേ. വാസ്, ഹാസ്, ഈസ്, വേർ ആണ് ഓപ്ഷൻസ് വരുന്നത്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡാഷ് മിസ്സിംഗ്. ഓപ്ഷൻ വാസ്, ഹാസ്, ഈസ്, വേർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എ നമ്പർ ഓഫ് എന്ന പ്രയോഗത്തിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ നൗണും ഇനി അടുത്ത് വരേണ്ട എന്താണ്? പ്ലൂറൽ വെർബുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് നോക്കിയേ. വാസ്, ഹാസ്, ഈസ്, ആകെ ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ വേറെ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വേറെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ ഉപയോഗിച്ച് അടുത്തത് എന്താണ്? പ്ലൂറൽ വെർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടേ. മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓപ്ഷൻ 6 ഈസ്, വെയർ, നൺ. ഇതൊന്നുമല്ല. ഓക്കെ. അപ്പൊ എന്താണ്? ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായിരിക്കും അതിന്റെ ആൻസർ? ഇപ്പൊ തന്നെ നമ്മുടെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗില്ലാടികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇപ്പൊ തന്നെ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് നാളായിട്ട് പഠിക്കുന്നവർക്കും ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എപ്പോഴും PSC എക്സാമുകളിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? അതായത് ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണിനെ യോജിപ്പിക്കുമ്പോൾ അവ ഒരേ ആശയത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ എന്താണ്? ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ ആശയത്തെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ എന്താ ഉപയോഗിക്കുന്നത്? സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സിംഗുലർ വെർബ് ഏതാണ്? ഈസ്. നമ്മുടെ ആൻസർ ഈസ് ആണ്. ഓക്കെ. അടുത്ത് ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഫോർ
ഗുഡ് ഫോർ ഹെൽത്ത്. ഡാഷ് ഗുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ, അപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ഹെൽത്ത്. നോക്കിയേ, ആറ് ഹാസ് ഈസ് വാസ്. ആറ് ഹാസ് ഈസ് വാസാണ് കിടക്കുന്നത്. ഇതിൻ്റെ നോക്കിയേ, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ഹെൽത്ത്. എന്തായിരിക്കും? ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗൺസിനെ യോജിപ്പിക്കുമ്പോൾ അവ വെവ്വേറെ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് വെർബാ ഉപയോഗിക്കേണ്ടത്? ആറാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടും രണ്ട് ഇതാണ്, ബ്രെഡ് ആൻഡ് ബട്ടർ ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണിനെ യോജിപ്പിക്കുമ്പോൾ അവ ഒരേ ആശയത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ സിംഗുലർ വെർബും, ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണിനെ യോജിപ്പിക്കുമ്പോൾ അവ വെവ്വേറെ ആശയത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 38. ഡാഷ് ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻ. ഡാഷ് ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻ. നോ ആർട്ടിക്കിൾ, ആൻ, എ, ദ. ഓക്കെ, എന്താണ്? ഡാഷ് ബൈബിൾ ഈസ് ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻ. എന്താണ്? നമ്മുടെ പുരാണങ്ങൾ, അതേപോലെ തന്നെ ഇതിഹാസങ്ങൾ എന്നിവയുടെ പേരിന് മുന്നിലായി നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ദായാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, അവയുടെ ഒക്കെ പേരിന് മുന്നിൽ നമ്മൾ എന്താ ഉപയോഗിക്കാമോളൂ? ദായാണ് ഉപയോഗിക്കാമോളൂ. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്ത്യൻസിന്റെ പുണ്യഗ്രന്ഥമാണ്. ആ പുണ്യഗ്രന്ഥത്തിന് മുമ്പിൽ നമ്മൾ എന്താ ഉപയോഗിക്കാമോളൂ? ദായാണ് നമുക്ക് ഉപയോഗിക്കാമോളൂ, അല്ലാതെ വേറെ ഒരു പദവും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പുണ്യഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ബൈബിളോ ഖുറാനോ മറ്റേ മഹാഭാരതോ രാമായണോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവയുടെ മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാമോളൂ? ദായാണ് യൂസ് ചെയ്യാമോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഗംഗ ഈസ് സേക്രഡ് റിവർ. ഓക്കെ, ഡാഷ് ഗംഗ ഈസ് സേക്രഡ് റിവർ. ഓപ്ഷൻ നോക്കിയേ, ദ, ആൻ, എ. നൺ ഓഫ് ദീസ്. ഏതാണ്? അതായത് നദികൾ, സമുദ്രങ്ങൾ എന്നിവയുടെ പേരിന് മുമ്പിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് എന്താ? ദായാണ് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ നദികളായാലും അതേപോലെ തന്നെ സമുദ്രങ്ങളായാലും ഇവരുടെയൊക്കെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ എന്താ ഉപയോഗിക്കുള്ളൂ? ദായാണ് ഉപയോഗിക്കുള്ളൂ. പുണ്യഗ്രന്ഥങ്ങളുടെ പേരിന് മുമ്പിലും നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? ദായാണ് ഉപയോഗിക്കുള്ളൂ. ആർട്ടിക്കിളിൽ നമ്മളിത് വളരെ വ്യക്തമായി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോയ ടോപ്പിക്കാണിത്. നമ്മുടെ ഫുൾ ക്ലാസ്സുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മളിത് എന്ത് ചെയ്തേക്കുന്നതാണ്? നേരത്തെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് പോയേക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ മൂവി വാസ് ഡാഷ് ബോറിംഗ്. ദ മൂവി വാസ് ഡാഷ് ബോറിംഗ്. ഒരു എം അഡീഷണൽ അവിടെ കയറിയേക്കണെയാണ്, അത് എന്തിനാന്നുള്ളത് തന്നെ വന്നേക്കണതാണ് കേട്ടോ. ദ മൂവി വാസ് ഡാഷ് ബോറിംഗ്. ഓപ്ഷൻ എ ഫെയർലി, റാദർ, ബെറ്റർ, ഗുഡ്. ഓക്കെ, അപ്പൊ എന്താണ്? അതായത് ദ മൂവി വാസ് ഡാഷ് ബോറിംഗ്. ദ മൂവി വാസ് ഡാഷ് ബോറിംഗ് എന്നതാണ്. അതെന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസിനോടൊപ്പം നമ്മൾ എപ്പോഴും എന്താ ഉപയോഗിക്കുള്ളൂ? റാദർ ആണ് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസിന്റെ ഒപ്പം നമ്മൾ എന്താണ്? റാദർ ആണ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ടാണ് അതിന്റെ കൂടെ എന്ത് ഉപയോഗിച്ചേക്കണത്? റാദർ ഉപയോഗിച്ചേക്കണത് എന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? നെഗറ്റീവ് സെന്റൻസിന്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? റാദർ ആണ് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുള്ളൂ? റാദർ ആണ് ഉപയോഗിക്കുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ മൂവി വാസ് ഡാഷ് ഗുഡ്. അപ്പൊ ആദ്യത്തെ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ ആണെങ്കിൽ, കാരണം ഇതെന്താണ്? മൂവി കൊള്ളൂലായിരുന്നു, ബോറായിരുന്നു എന്ന് പറയാൻ വേണ്ടി റാദർ ഉപയോഗിച്ചു. ഇനി ഇതെന്താണ്? ദ മൂവി വാസ് ഗുഡ്. മൂവി എന്തായിരുന്നു? നല്ലതായിരുന്നു. അപ്പൊ എന്താ നമ്മൾ ഉപയോഗിക്കുള്ളൂ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫെയർലി ആണ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ പോസിറ്റീവ് മീനിങ്ങിന് ഫെയർലിയും നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ അവിടെ റാദറും. ഓക്കെ, കാരണം ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, ഉറപ്പായിട്ടും ചോദിക്കണ ചോദ്യമുണ്ടോ ഈ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു? അതായത് സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ റാദർ ഉപയോഗിക്കും, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഫെയർലി ഉപയോഗിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഐ ഹാവ് ഡാഷ് പെൻസ്. ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. മെനി,
ലെസ്, അതേപോലെ തന്നെ ഫിവർ, മച്ച്. ഓക്കെ, എന്താണ് ഫിവർ ആണ്. അതായത് കൗണ്ടബിളിനൊപ്പം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഫിവർ എന്നതാണ് ഫീവർ ആണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഫിവർ ആണ് കൗണ്ടബിൾ നൗണിനൊപ്പം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഫിവർ ആണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഐ ഹാവ് ഫിവർ പെൻസ് ദാൻ യു എന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഫിവർ ആണ്. ഓക്കെ, ഫ്യൂവർ ആണ് ആൻസർ, ഫിവർ അല്ലാട്ടോ ഫ്യൂവർ. ഇനി അടുത്തത് 43ാമത്തെ ചോദ്യമാണ്. ഷീ ഹാസ് ഡാഷ് മണി ദാൻ ഹിം. ഷീ ഹാസ് ഡാഷ് മണി ദാൻ ഹിം. നോക്കിയേ, ലീസ്റ്റ്, ഫ്യൂവർ, ലെസ്, നൺ ഓഫ് ദീസ് ഏതാണ്? അതായത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു കൗണ്ടബിൾ നൗണിനൊപ്പം നമ്മൾ ഫ്യൂവർ ആണ് യൂസ് ചെയ്യത്തുള്ളൂ എന്ന്. പക്ഷേ അൺകൗണ്ടബിൾ നൗൺസിനൊപ്പം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ലെസ്സോ അല്ലെങ്കിൽ ലെസ്സറോ ആണ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഇവിടെ ലെസ് കിടക്കണോണ്ട് നമുക്ക് ആൻസർ ലെസ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഏതാണ് ലെസ്സർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മൈ സിസ്റ്റർ വർക്ക്സ് ഡാഷ് ആൻ ഓഫീസ്. മൈ സിസ്റ്റർ വർക്ക്സ് ഡാഷ് ആൻ ഓഫീസ്. ഓണ്, ഇന്ന്, അറ്റ്, ഓഫ്. ഓണ്, ഇന്ന്, അറ്റ്, ഓഫ്. മൈ സിസ്റ്റർ വർക്ക്സ് ഡാഷ് ആൻ ഓഫീസ് എന്നതാണ് ചോദ്യം. ഒരു ബിൽഡിങ്ങിലായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാനായി നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മൈ സിസ്റ്റർ വർക്ക്സ് ഡാഷ് ആൻ ഓഫീസ്. ഓക്കെ, അതൊരു ബിൽഡിങ്ങിലായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇന്നാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മൈ ഫാദർ വർക്ക്സ് ഡാഷ് എ പ്ലാന്റേഷൻ. അപ്പോൾ എൻ്റെ ഫാദർ എവിടെയാണ്? പ്ലാന്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്? ഒരു ബിൽഡിങ്ങിലല്ലാത്ത പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം കേട്ടോ. എപ്പോഴും ഓർത്ത് വെച്ചോ, ബിൽഡിങ്ങിലാണെങ്കിൽ ഇന്നും, ബിൽഡിങ്ങിലല്ലാത്തൊരു സ്ഥലം, അതായത് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആകാശം കാണാം. അതായത് മേൽക്കൂര ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് ഓണാണ് പറയത്തുള്ളൂ. ഇനി എന്താണ്? ഒരു റൂമിനകത്തുള്ള ഓഫീസ് അല്ലെങ്കിൽ കെട്ടിടം, ബിൽഡിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇന്നാണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. വി സെലിബ്രേറ്റ് എക്സ്മസ് ഡാഷ് 25th ഡിസംബർ. ഓക്കെ, അതായത് ദിവസങ്ങൾക്കും അതേപോലെ തന്നെ എന്താണ് തീയതികളുമാണ് വരുന്നതെങ്കിൽ അവയുടെ മുമ്പിൽ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? ദിവസങ്ങളും തീയതികളും. ഓർത്തു വച്ചോ, ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ് കേട്ടോ. അതായത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു തീയതിയോ ഒക്കെയാണ് വരുന്നതെങ്കിൽ അവയുടെ കൂടെ നമ്മൾ എന്താ ചേർക്കത്തുള്ളൂ? ഓണാണ് ചേർക്കത്തുള്ളൂ. അപ്പോൾ വി സെലിബ്രേറ്റ് എക്സ്മാസ് ഡാഷ് 25th ഡിസംബർ. എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓണാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വി സെലിബ്രേറ്റ് എക്സ്മാസ് ഓൺ 25th ഡിസംബർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐ മെറ്റ് ഹിം ഡാഷ് ലാസ്റ്റ് സൺഡേ. ഐ മെറ്റ് ഹിം ഡാഷ് ലാസ്റ്റ് സൺഡേ. ഓപ്ഷൻ ഇന്ന്, ഓഫ്, ഓണ്, നോ ആർട്ടിക്കിൾ. എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? ഐ മെറ്റ് ഹിം ഡാഷ് ലാസ്റ്റ് സൺഡേ. എന്താണ്? നോ ആർട്ടിക്കിളാ. ദിവസങ്ങൾക്ക് തീയതികൾക്ക് മുന്നിൽ ഒരു അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻസോ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ്? ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ തീയതികൾക്കോ മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ പ്രിപ്പോസിഷൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഐ മെറ്റ് ഹിം ലാസ്റ്റ് സൺഡേ. അങ്ങനെ തന്നെ മതി. ഇവിടെ ഒരു ആർട്ടിക്കിളും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആൻസർ നോ ആർട്ടിക്കിൾ. 48ാമത്തെ ചോദ്യം. ഹി പെയ്ഡ് ഫോർ ദ ബുക്ക് ഡാഷ് ക്രെഡിറ്റ് കാർഡ്. ഹി പെയ്ഡ് ഫോർ ദ ബുക്ക് ഡാഷ് ക്രെഡിറ്റ് കാർഡ്. ഓപ്ഷൻ നോക്കിയേ, ബൈ, വിത്ത്, ഇന്ന്, ഓണ്. ഓക്കെ, ഹി പെയ്ഡ് ഫോർ ദ ബുക്ക് ഡാഷ് ക്രെഡിറ്റ് കാർഡ്. ബൈ, വിത്ത്, ഇന്ന്, ഓണാണ് ഓപ്ഷൻ വന്നേക്കണേ. ഹി പെയ്ഡ് ഫോർ ദ
ബുക്ക് ഡാഷ് ക്രെഡിറ്റ് കാർഡ്. എന്താണ് നമ്മുടെ ആൻസർ? ബൈ ആണ്. അതായത് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് മാധ്യമത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ബൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പേയ്മെന്റുമായി ബന്ധപ്പെട്ട മാധ്യമത്തെ, അപ്പോൾ പേയ്മെന്റ് ചെയ്യണത് ക്രെഡിറ്റ് കാർഡ്, ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മറ്റേ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? ബൈ ആണ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അത് അടുത്ത് നോക്കിയേ, ഹി പെയ്ഡ് ഫോർ ദ ബുക്ക് ഡാഷ് ക്യാഷ്, ഡാഷ് ക്യാഷ്. അങ്ങനെയാണെങ്കിലോ ക്യാഷ് പേയ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഒന്നും നോക്കണ്ട, ഇന്ന് അടിച്ചോ, അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. ക്യാഷ് പേയ്മെന്റിനെ സൂചിപ്പിക്കാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നു. പക്ഷെ പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാധ്യമത്തെ സൂചിപ്പിച്ച അവധിയും വഴിയാണ്. ഇപ്പൊ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ബൈ ഗൂഗിൾ പേ, ബൈ ഫോൺ പേ, ബൈ ക്രെഡിറ്റ് കാർഡ്, ബൈ ഡെബിറ്റ് കാർഡ്, അങ്ങനെയാണ് പറയത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം. ലെറ്റ്സ് റീഡ് എ ന്യൂസ് സ്റ്റോറി. ലെറ്റ്സ് റീഡ് എ ന്യൂസ് സ്റ്റോറി. അപ്പോൾ ലെറ്റ്സ് റീഡ് എ ന്യൂസ് സ്റ്റോറി എന്നത് ഓപ്ഷൻ നോക്കിയേ, ഡോണ്ട് ഇറ്റ്, ഡിഡിന്റ് ഇറ്റ്, ഹാവ് ഇറ്റ്, ഷാൽ ബി. വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യമാണ്. അതായത് അത്രത്തോളം PSC എക്സാമുകളിൽ ചോദിച്ചേക്കണ ചോദ്യമാണ്. ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ലെറ്റ്സോ അല്ലെങ്കിൽ ലെറ്റസോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെറ്റസിൽ ആരംഭിക്കുന്ന സെന്റൻസിന്റെ കൂടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് 100% ഏതാണ് വരത്തുള്ളൂ? ഷാൽവി ആണ് വരത്തുള്ളൂ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എഴുതി ഇപ്പൊ തന്നെ എടുത്തു വെച്ചോ, പുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ലെറ്റ്സ്, അതേപോലെ തന്നെ എന്താണ് ലെറ്റസ്, ലെറ്റസിൽ ആരംഭിക്കുന്ന സെന്റൻസിന്റെ ടാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷാൽവി ആയിരിക്കും. മോസ്റ്റ്ലി റിപ്പീറ്റഡ്. ഇത് എത്ര തവണയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന വിഭാഗത്തിൽ നിന്നും PSC ചോദിച്ചേക്കണേ എന്നുള്ളത് PSCക്ക് പോലും അറിയത്തില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ലെറ്റും ലെറ്റസും വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ചേർക്കത്തുള്ളൂ? ഷാൽവി ആണ് ചേർക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 50 ചോദ്യങ്ങളാണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള 2018 മുതൽ 2024 വരെ ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ഫാമിലി, അതായത് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ ഡീറ്റെയിൽ അവിടെ കിടക്കേണ്ടതായിരിക്കും. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഇതൊന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വൺ ക്ലിക്ക് PSC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എന്താണ് കിടക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി കിടക്കുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്. അപ്പോൾ അതൊന്ന് പോയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നമുക്ക് എല്ലാ ദിവസങ്ങളും ഇനി GK ക്ലാസ്സുകളുള്ള ദിവസങ്ങളിൽ 9 മണിക്ക് ക്വിസ് പ്രോഗ്രാം ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് അന്ന് രാവിലെ അതായത് 3 മണിക്ക് വന്ന ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബോൾ ആയിരിക്കും. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്കത്. അപ്പോൾ അങ്ങനെയൊക്കെ കിടിലമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്ക്, ഇപ്പം നമ്മളിനി അടുത്ത ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് മലയാളത്തിൻ്റെ ടോപ്പിക്കാണ്. അത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഇന്ന് 2ാമത്തെ ക്ലാസ്സാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നത്. ഇനിയും ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 3 ദിവസങ്ങളിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. തിങ്കൾ, അതേപോലെ തന്നെ ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ 3 മണിക്ക്, മാക്സിമം 3 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കി ഷെഡ്യൂൾ ചെയ്ത് വെച്ച് സെറ്റ് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ 3 മണിക്ക് പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമാണ്, കനത്ത ഇടിയും മഴയൊക്കെ തുടർന്ന് വരുമ്പോൾ മാത്രമാണ് നമ്മളത് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അല്ലാത്ത എല്ലാ ദിവസവും തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് വരുന്നത്. അത് 3 മണിക്ക്, കൃത്യം 3 മണിക്ക് വൈകുന്നേരമാണ് ക്ലാസ് വരുന്നത്. അതിനുശേഷം നിങ്ങൾ 9 മണിക്ക് ടെലഗ്രാം ചാനലിലേക്ക്, വൺ ക്ലിക്ക് PSC എന്ന ടെലഗ്രാം ചാനലിലേക്ക് വന്നാൽ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബോൾ റെഡി ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ ബോൾ ഏകദേശം ഒരു 10 മണി വരെ, 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 10 മണി 10:30 വരെയും ക്വസ്റ്റ്യൻ ബോൾ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ഏതാണോ രാവിലെ, അതായത് ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങൾ പഠിച്ചത്, അതൊന്നുകൂടിയും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം പക്ക ക്ലിയർ, ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ടുണ്ടാവും.
ഓക്കെ. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. 100% ഗ്യാരണ്ടിയാണ്. അതിൽ ഒരു മാറ്റവും നിങ്ങൾ നോക്കണ്ട. കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്ത് തന്നെ പോവുക. കാരണം ഞാനിതെല്ലാം ചെയ്യുന്നത് ഇപ്പം മിഷൻ LDC 2024 എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ചെയ്തപ്പോൾ 100 ഡേയ്സ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അന്ന് വൈകുന്നേരം തന്നെ 9 മണിക്ക് ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ബോൾ വളരെ വ്യക്തമായി എല്ലാ ദിവസങ്ങളും എന്താണ് കൃത്യമായി തന്നെ നടന്നും പോകുന്നുണ്ടായിരുന്നു. അത് മൊത്തമായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആദ്യം മുതൽ ഫോളോ ചെയ്ത് വന്നിരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോയത്. ഒരു പെയ്ഡ് ബാച്ചിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് തരുന്നത് അതിനേക്കാൾ ഗംഭീരമായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ നോട്ട് എന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും പോയി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ നോട്ടാക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള സൗകര്യവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലുള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. ഓക്കെ.